എല്ലാ ടാക്സിയുടെ ഗോൾഡൻ ഹാൻഡ്സ് എന്ന ഇന്നത്തെ സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. മാതൃകകളെ ചൂണ്ടിക്കാട്ടാൻ എളുപ്പമാണ്, പക്ഷേ മാതൃകയായി തീരാൻ പ്രയാസമാണ്. ലോകജനതയെ മുഴുവനും ആശങ്കാകുലരാക്കിക്കൊണ്ട് ജീവന ഭീഷണിയായി വ്യാപകമായി പടർന്നുകൊണ്ടിരിക്കുന്ന കൊറോണ എന്ന മഹാവിപത്തിനെ സമൂഹം ഭീതിയോടെ നേരിടുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകളും യാതനകളും ദുരിതങ്ങളും അനുഭവിക്കുന്ന അല്ലെങ്കിൽ കടന്നുപോകുന്ന ജനജീവിതം പ്രവാസികളിലേറെയാണ്. ഈ സാഹചര്യത്തിൽ എല്ലാ പ്രതിസന്ധികളെയും പ്രതിരോധിച്ച് ആത്മവിശ്വാസത്തോടെ, ശുഭാപ്തി വിശ്വാസത്തോടെ, സധൈര്യം, പകരം വയ്ക്കാനില്ലാത്ത കർമ്മപദ്ധതികളുമായി കുവൈറ്റിൽ ബുദ്ധിമുട്ടുന്ന ജനസമൂഹങ്ങൾക്ക് കൈത്താങ്ങായി രൂപീകരിച്ച ഒരു കൂട്ടായ്മയാണ് AIIMS, ഓൾട്ടർനേറ്റീവ് ഇന്റഗ്രൽ ഇനിഷ്യേറ്റീവ് ഫോർ മ്യൂച്വൽ സപ്പോർട്ട്. ഇന്നത്തെ ഗോൾഡൻ ഹാൻഡ്സിന്റെ ഈ എപ്പിസോഡിലേക്ക് ജനസമൂഹങ്ങൾക്ക് മാതൃകയായി തീർന്ന AIMS എന്ന കൂട്ടായ്മയുടെ സൃഷ്ടാവ്, ഒരു നാടകൃത്തും നാടക സംവിധായകനും നടനും സാംസ്കാരിക നേതാവും ഒരു നിശബ്ദനായ സാമൂഹ്യ പ്രവർത്തനമായ ശ്രീ ബാബുജി ബത്തേരിയോടൊപ്പമാണ്. ഈ മഹത് വ്യക്തിത്വത്തെ ഗോൾഡൻ ഹാൻഡ്സിന്റെ ഇന്നത്തെ ഈ സെഗ്മെന്റിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സർ, ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്നുണ്ട് ഗോൾഡൻ ഹാൻഡ്സിന്റെ ഇന്നത്തെ ഈ സെഗ്മെന്റിന് അങ്ങേപ്പോലുള്ള ഒരു മഹത് വ്യക്തിത്വത്തെ അതിഥിയായി ലഭിച്ചത്. സർ, എയിംസ് രൂപീകരണത്തിനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയൊരു കൂട്ടായ്മ രൂപപ്പെടുത്താൻ സാധിച്ചത്? എയിംസ് അഥവാ ഓൾട്ടർനേറ്റീവ് ഇന്റഗ്രൽ ഇനിഷ്യേറ്റീവ് ഫോർ മ്യൂച്വൽ സപ്പോർട്ട്, ഇത് COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കോവിഡ് എന്ന മഹാമാരി മനുഷ്യനെ അതിക്രമിച്ചപ്പോൾ കുവൈറ്റ് എന്ന പ്രദേശത്ത് ഏതാണ്ട് 3.5 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്ത് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച സമയത്താണ് എയിംസ് എന്ന ഈ ഫ്ലോറിന്റെ പിറവി. മനുഷ്യന്റെ ജന്മം തന്നെ സാധാരണഗതിയിൽ വേദനയിൽ നിന്നാണ് ഉടലെടുക്കുന്നത്. അതീവ വേദനയിൽ നിന്നും ഒരു പുഞ്ചിരിയോടുകൂടി പിറക്കുന്ന ഒരു കുഞ്ഞാണ് മനുഷ്യന്റെ ജന്മം തന്നെ. ഈ മനുഷ്യനാണ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവന്റെ വേദനയിലും പ്രതിബന്ധങ്ങളിലുമൊക്കെ ജീവിക്കാനുള്ള അതിജീവനത്തിന്റെ പുതിയ ഭാവങ്ങൾ ഉയർത്തുന്ന ഒരു ചരിത്രമാണ് മനുഷ്യനുള്ളത്. ഹിരോഷിമയിലും നാഗസാക്കിയിലുമൊക്കെ ബോംബ് വർഷിച്ചപ്പോഴും അവിടെ ഒരു ജന്തു പോലും ബാക്കിയില്ലാതിരുന്നപ്പോഴും അവിടുന്ന് ഒരു ഫിനിക്സ് പക്ഷിയെ പോലും ഉയർത്തെഴുന്നവനാണ് മനുഷ്യൻ. ഈ മനുഷ്യന്റെ ചരിത്രമാണ് നമ്മെ ഏവരെയും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. COVID-19 അല്ല, ലോകത്ത് ഏത് മഹാമാരി വന്നാലും അതിനെ പ്രതികരിക്കുവാനും പ്രതിഷേധിക്കുവാനും പ്രതിലോമിക്കുവാനും കഴിയുന്ന ഒരു മാനസികാവസ്ഥ മനുഷ്യനുണ്ട്. എയിംസ് രൂപപ്പെട്ടതും ഈ മാനുഷികാവസ്ഥയിൽ നിന്നാണ്. ജലീബ് അൽ ഷുവൈഖ് എന്ന 3.5 ലക്ഷത്തോളം വരുന്ന ആളുകൾ പൂട്ടിയിടപ്പെട്ടപ്പോൾ അവിടെ എങ്ങനെ സ്വയം പ്രതിരോധിച്ചുകൊണ്ട് അതിജീവനത്തിന്റെ മാർഗം തേടാമെന്നുള്ള ഒരു വലിയ ചിന്തയാണ് ഇതിന് രൂപം കൊടുക്കുവാൻ കാരണമായത്. അന്ന് എല്ലാ സംഘടനകളും സംവിധാനങ്ങളുമൊക്കെ നിശ്ചലമായി നിന്നിരുന്ന ഒരു സമയത്ത് ബിൽഡിങ്ങുകളെ കേന്ദ്രീകരിച്ച് കുറെ കാലങ്ങളായി നിലനിൽക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അത്തരത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ജലീബിലുള്ള 400-ലധികം ബിൽഡിങ്ങുകളെ കോർത്തിണക്കിക്കൊണ്ട് ആ ബിൽഡിങ്ങുകളുടെ 2 പ്രതിനിധികളെ വെച്ച് ഏതാണ്ട് 1500ഓളം പ്രതിനിധികളെ ഉൾപ്പെടുത്തി 6 മേഖലകളായി തിരിച്ച് രൂപപ്പെടുത്തിയ ഒരു പുതിയ സംവിധാനമാണ് എയിംസ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രശ്നങ്ങളെ പ്രമേയങ്ങളാക്കാൻ പഠിപ്പിച്ച മനുഷ്യരാണ് ചരിത്രത്തിലുള്ളത്. നമ്മുടെ മുമ്പിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് നമ്മുടെ ജീവിതത്തിന്റെ പുതിയ പ്രമേയങ്ങളായി മാറണം. ഈ COVID-19 നമുക്ക് നമ്മളോട് സംസാരിക്കുന്നത് ഒരു പുതിയ പ്രമേയത്തെക്കുറിച്ച് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ രൂപപ്പെട്ട എയിംസ് പരസ്പര പൂരകമായി കേന്ദ്ര ഗവൺമെന്റിനെയോ കേരള ഗവൺമെന്റിനെയോ കുവൈറ്റ് ഗവൺമെന്റിനെയോ ഒക്കെ പഴി പറഞ്ഞ് നമ്മൾ സമയം കളയുന്നതിന് പകരം നമുക്കെന്തുകൊണ്ട് നമ്മുടെ അകത്തു തന്നെ റിസോഴ്സ് കണ്ടെത്തി നമ്മുടെ അകത്തലങ്ങളിൽ തന്നെ രൂപപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെ കണ്ടെത്തി അത് സ്വയം പരിഗണനയ്ക്ക് വിധേയമാക്കുക എന്ന ഒരു പുതിയ തത്വമായിരുന്നു. ഈ ബിൽഡിങ്ങുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ നടത്തിയ ഈ പരീക്ഷണം ഒരു നെറ്റ്വർക്കായി രൂപപ്പെടുകയും അതിനോട് ജനങ്ങൾ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമന്യേ രാഷ്ട്രീയ വ്യത്യാസമന്യേ അത് ഏറ്റെടുക്കുകയും ഓരോ ബിൽഡിങ്ങിലും സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് തന്നെ ആളുകൾ
പുതിയ മാധ്യമങ്ങൾ ഉപയോഗിച്ച്, സൈബർ മാധ്യമങ്ങൾ ഉപയോഗിച്ച് അവരുടെ വിഷമതകളും അവരുടെ പ്രശ്നങ്ങളും പങ്കുവെക്കുകയും അതിനുള്ള പരിഹാരങ്ങൾ ആ മാധ്യമങ്ങളിലൂടെ തന്നെ നിർദ്ദേശിക്കുകയും ചെയ്തപ്പോൾ ബിൽഡിങ്ങുകൾ പരസ്പരം ഒരു കണ്ണിയുടെ ഭാഗമായി മാറി, അതിലെ ജനങ്ങൾ ഒരു ഭാഗമായി മാറി. ഇത്തരത്തിലുള്ള ഒരു പുതിയ പ്ലാറ്റ്ഫോമാണ് ഈ പ്രശ്ന മഹാമാരിയെ നേരിടാനായിട്ട്, ഈ പ്രശ്നബാധിത പ്രദേശത്ത് ഈ പ്രശ്നത്തിനെ നേരിടാനായുള്ള ഒരു പുതിയ സൊല്യൂഷനായി, ഒരു പുതിയ ഗുണപാഠമായി, ഒരു പുതിയ മാതൃകയായി രൂപപ്പെട്ടത്. ഇത് രൂപപ്പെടാനുള്ള ആശയം ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ ആശയം തന്നെയാണ്. മനുഷ്യന് അതിജീവനത്തിന്റെ മാർഗം അവൻ തന്നെ തേടിയേ പറ്റൂ. അത് ജീവിതത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇവിടെയും നമ്മൾ ആ അതിജീവനത്തിന് ഒരു പുതിയ മാതൃക സൃഷ്ടിച്ചു. എയിംസ് കുവൈറ്റിൽ നിന്ന് അറിയപ്പെടുന്ന ഒരു പ്രബലമായ കൂട്ടായ്മയായി മാറി എന്നതിന് യാതൊരു സംശയവുമില്ല. കൂട്ടായ്മകൾ വലുതാവുമ്പോൾ അതിന്റെ നിയന്ത്രണം ഒരു വലിയ ഘടകമാകാറുണ്ട്. അതെങ്ങനെയാണ് എയിംസ് കൈകാര്യം ചെയ്യുന്നത്? ഏത് സംഘടനയും കൂട്ടായ്മയും അതിന്റെ നിലനിൽപ്പ് അതിന്റെ നേതൃത്വമാണ്. ഒരു നേതൃത്വത്തിന്റെ കഴിവും അതിന്റെ ഊർജ്ജസ്വലതയും അതിന്റെ ആശയവും അതിന്റെ രൂപീകരണവും അതിന്റെ രീതിയും സ്റ്റൈലും അപ്രോച്ചും ഒക്കെയാണ് ഒരു സംഘടനയെ നിലനിർത്തുന്നത്. ഇന്ത്യ തന്നെ ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യമെന്ന് നമ്മൾ അറിയപ്പെടുന്നത്, ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് രാജ്യമെന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ ഇന്ത്യ ഇത്ര സുശക്തമായി ഭരണ ക്രമീകരണങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നത് ഈ ഡെമോക്രസിയുടെ, ഗാന്ധിജിയുടെ സ്വപ്നമായ വികേന്ദ്രീകരണം എന്ന ഏറ്റവും വലിയ സ്വപ്നമാണ്. ഈ വികേന്ദ്രീകരണ രീതിയാണ് ഇന്ന് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും കാര്യക്ഷമമായ പ്രവർത്തന രീതി. ഇത് തന്നെയാണ് എയിംസിലും നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. 400-ലധികം ബിൽഡിങ്ങുകൾ കേന്ദ്രീകരിച്ച് 1600-ലധികം അംഗങ്ങളെ രൂപീകരിച്ച് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയപ്പോൾ 6 ഗ്രൂപ്പുകളായി നമ്മൾ 6 ഏരിയകളായി നമ്മൾ തിരിച്ചാദ്യം തന്നെ. കാരണം ഭൂമിശാസ്ത്രപരമായി ജലീബിനെ 6 ഏരിയകളായി തിരിക്കുകയും 6 ഏരിയകൾക്കും പ്രത്യേകം വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും ആ വാട്സപ്പ് ഗ്രൂപ്പുകൾക്ക് ഓരോ ഗ്രൂപ്പിലും ഓരോ ഏരിയയ്ക്കും 5 ലീഡേഴ്സിനെ തെരഞ്ഞെടുക്കുകയും അങ്ങനെ 6 ഗ്രൂപ്പിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 5 ലീഡേഴ്സും 5 അഡ്വൈസേഴ്സും ഉൾപ്പെടെ 35 അംഗ സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ് ഇതിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത്. ഒപ്പം തന്നെ ഏതാണ്ട് 7ഓളം ഡിപ്പാർട്ട്മെന്റുകൾ ഇതിനെ രൂപീകരിക്കുകയുണ്ട്. ഈ ഡിപ്പാർട്ട്മെന്റുകളിൽ 1 ഭക്ഷണ വിതരണ കമ്മിറ്റിയാണ്, 2 മരുന്ന് വിതരണ കമ്മിറ്റിയാണ്, 3 കൌൺസിലിംഗിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക ഗ്രൂപ്പാണ്, 4 മെഡിക്കൽ അസിസ്റ്റൻസ് കൊടുക്കുന്നതിനു വേണ്ടി മെയിൽ നഴ്സസ് ഉൾപ്പെടെയുള്ള അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മെഡിക്കൽ അസിസ്റ്റൻസ് വിങ് ആണ്, 5 കലാ കായിക പ്രവർത്തനങ്ങളെ ഓൺലൈനിലൂടെ എങ്ങനെ നമുക്ക് ക്രോഡീകരിക്കാമെന്ന് ആശയം വരികയും അതിനെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി ഒരു കലാ സാംസ്കാരിക പ്രവർത്തനത്തിന്റെ ഒരു വിങ് രൂപീകരിക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ഗ്രൂപ്പുകളെയും ഡിപ്പാർട്ട്മെന്റുകളെയും അതുപോലെ തന്നെ മേഖലകളെയും തിരിച്ച് വികേന്ദ്രീകരണ അടിസ്ഥാനത്തിൽ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതുകൊണ്ട് സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ജോലി ഇതിന്റെ പ്രവർത്തനങ്ങളെ ക്രോഡീകരിക്കുകയും നയങ്ങൾ രൂപീകരിക്കുകയും മാത്രമാണ്. പ്രവർത്തനങ്ങൾ സാധാരണ ഓരോ ഏരിയയിലും അതിന്റെ ലീഡേഴ്സും അവർ നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ അവർ നിയന്ത്രിക്കുന്ന ബിൽഡിംഗ് കോർഡിനേറ്റേഴ്സും ചേർന്നാണ് ഇത് പ്രവർത്തനം നടത്തുന്നത്. ഒരു കിറ്റ് നമുക്കൊരു സ്റ്റോറിൽ നിന്ന് വിതരണം ചെയ്യാനായിട്ട് ഒരു സ്റ്റോറിൽ നിന്ന് ഏരിയ കോർഡിനേറ്റർ എടുത്തുകൊണ്ട് പോയാൽ ഏരിയ കോർഡിനേറ്റർ വണ്ടിയിൽ നിന്ന് ബിൽഡിംഗ് കോർഡിനേറ്റർ കളക്ട് ചെയ്തോളും. ആ ബിൽഡിംഗിലെ മുഴുവൻ ആളുകൾക്കും ആ ബിൽഡിംഗ് കോർഡിനേറ്റർ എത്തിച്ചു കൊടുക്കും. ഇത്തരത്തിൽ വളരെ സുതാര്യമായ വികേന്ദ്രീകരണ പ്രവർത്തനമാണ്. അതുപോലെ തന്നെ തിരിച്ച് ഒരാളുടെ ആവശ്യം നമ്മളെ അറിയിക്കുന്നത് ബിൽഡിംഗ് കോർഡിനേറ്റർ അതാത് ബിൽഡിംഗിലെ ആളുകളുടെ ആവശ്യങ്ങൾ കണ്ടെത്തുകയും ആ ആവശ്യം ഏരിയ കോർഡിനേറ്ററെ അറിയിക്കുകയും ഏരിയ കോർഡിനേറ്റേഴ്സ് വഴി അത് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ എത്തുകയും ആ ആവശ്യം പരിഗണിക്കപ്പെടുകയും ചെയ്യുന്ന രീതിയാണ്. അതുകൊണ്ട് തന്നെ വികേന്ദ്രീകൃത സുതാര്യമായ ഈ രീതി ഏറ്റവും ഫലപ്രദമാണെന്ന് വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ഇത്തരം സാമൂഹ്യ അകലം പാലിക്കേണ്ട ഈ കാലഘട്ടത്തിൽ ഈ രീതിയാണ് ഏറ്റവും ആശ്വാസം. ഗാന്ധിജിയുടെ വികേന്ദ്രീകരണം എന്ന തത്വം ആസ്പദമാക്കി മുന്നേറുന്ന ഈ കൂട്ടായ്മ കൂടുതൽ സംഘടിതമാകട്ടെ. സർ, എന്തൊക്കെ സഹായങ്ങളാണ് എയിംസ് നൽകുന്നത്? എങ്ങനെയാണ് അത് ജനസമൂഹത്തിലേക്ക് എത്തുന്നത്? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? എയിംസിന്റെ ആരംഭകാലത്ത് സഹായങ്ങളെ കുറിച്ചുള്ള ഒരു സ്വപ്നമായിരുന്നില്ല, മറിച്ച് ഈ പ്രതിസന്ധി കാലത്ത് പരസ്പരം സഹായമായി പരസ്പരം താങ്ങായി ഒന്നിച്ചു നിൽക്കുക എന്നതായിരുന്നു ഇതിന്റെ സ്വപ്നം. ഒപ്പം കൊറോണയെ പ്രതിരോധിക്കാൻ, കോവിഡിനെ പ്രതിരോധിക്കാൻ സാമൂഹ്യ അകലം പാലിക്കുക, കൈ കഴുകുക, അതുപോലെ മാസ്ക് ധരിക്കുക,
ഇത്തരം നിർദ്ദേശങ്ങൾ കൊടുത്ത് ആളുകളെ ബോധവൽക്കരിക്കുകയും ഒപ്പം അവർക്ക് വേണ്ട സാധനങ്ങൾ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഒക്കെ എത്തിച്ചു കൊടുക്കാൻ വോളണ്ടിയേഴ്സിനെ സജ്ജമാക്കുക, ഇത്തരത്തിലുള്ള ചെറിയ പ്രവർത്തനങ്ങളായിരുന്നു. പക്ഷേ ആഴ്ചകൾ പിന്നിട്ടപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ആവശ്യക്കാർ ഏറുകയും ഭക്ഷണം, മരുന്ന് തുടങ്ങി നിരവധി ആവശ്യങ്ങൾ മുൻപോട്ട് വരികയും ഈ ആവശ്യങ്ങളോട് പ്രതികരിക്കാതിരിക്കുവാൻ അല്ലെങ്കിൽ അതിന് പരിഹാരം കാണാതിരിക്കുവാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വന്നു. അങ്ങനെയാണ് ആദ്യം നമ്മൾ മരുന്നിന്റെ വിതരണം ആരംഭിച്ചത്. 100 കണക്കിന് രോഗികളായ ആളുകൾ അവർക്ക് മരുന്ന് വാങ്ങാൻ പുറത്തേക്ക് പോകുവാനോ അത് കളക്ട് ചെയ്യുവാനോ ഫോളോ അപ്പ് മെഡിസിൻസ് എവിടെ നിന്നെങ്കിലും സ്വീകരിക്കുവാനോ ഒന്നും കഴിയാത്തൊരവസ്ഥയിൽ നമ്മൾ സ്വയം ആളുകളിൽ നിന്ന് മരുന്നുകൾ കളക്ട് ചെയ്ത് ആരുടെയൊക്കെ പക്ഷത്ത് മരുന്നുകളുണ്ടോ അവ കളക്ട് ചെയ്ത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു ചെറിയ പ്രവർത്തനത്തിൽ തുടങ്ങി. എന്നാൽ ഇത് കണ്ടുകൊണ്ട് നിന്ന മെട്രോ മെഡിക്കൽ കെയർ പോലെയുള്ള ഇവിടുത്തെ സ്ഥാപനങ്ങൾ, അതിന്റെ സിഇഒയായ ശ്രീ ഹംസ പയ്യന്നൂർ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മെ സഹായിക്കുകയും 100 കണക്കിന് ആളുകൾക്കുള്ള മരുന്നുകൾ സൗജന്യമായി തരികയും ചെയ്തു. ഇതോടൊപ്പം തന്നെ സാമ്പിൾ മെഡിസിൻസ് ഉൾപ്പെടെ ഫാർമസികളിൽ വർക്ക് ചെയ്യുന്നവർ ഉൾപ്പെടെയുള്ള ആളുകൾ മെഡിസിനുകൾ തരാൻ തുടങ്ങി. എന്നാൽ കഴിഞ്ഞ ഈ 1.5 മാസക്കാലം കൊണ്ട് നമ്മൾ 1650 ആളുകൾക്ക് മുകളിൽ മെഡിസിൻ വിതരണം ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ്. അത് മെഡിസിൻ എന്ന് പറയുമ്പോൾ പ്ലാവിസ് ഉൾപ്പെടെയുള്ള ഏതാണ്ട് ട്രിപ്പിൽ 24 KD വിലയുള്ള പ്ലാവിസ് ഉൾപ്പെടെയുള്ള മെഡിസിൻ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ അത്ഭുതം. അപ്പൊ മെഡിസിൻ വിതരണം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഭക്ഷണത്തിന്റെ ആവശ്യകത വന്നത്. ഓരോ ബിൽഡിങ്ങിലും ജോലിയില്ലാതെ നിരവധി ആളുകൾ, പ്രത്യേകിച്ച് ടാക്സി ഡ്രൈവേഴ്സ്, അതുപോലെ തന്നെ ബാർബേഴ്സ്, ബ്യൂട്ടി ക്ലിനിക്കുകൾ നടത്തുന്നവർ, ഇത്തരത്തിലുള്ള നിരവധി ആളുകൾ ഭക്ഷണവും മാസവരുമാനവും ഒന്നുമില്ലാതെ കഴിയുന്നുണ്ട്. അവരുടെ ആവശ്യങ്ങൾ ബിൽഡിംഗ് കോർഡിനേറ്റേഴ്സ് നമ്മളിലേക്ക് എത്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഭക്ഷണ കിറ്റുകളുടെ വിതരണം നമ്മൾ ആരംഭിച്ചു. ആദ്യം ദിവസം 10 കിറ്റ് 15 കിറ്റ് എന്നുള്ള തോതിലാണ് തുടങ്ങിയത്. ഇന്ന് അത് വന്നു നിൽക്കുന്നത് ദിവസേന 200-നടുത്ത് കിറ്റുകൾ നമ്മൾ ദിവസവും വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈ കഴിഞ്ഞ 1.5 മാസക്കാലം കൊണ്ട് 2200 കിറ്റ് ഇന്നലെ വൈകിട്ട് നമ്മൾ വിതരണം ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ പുതിയ 2000 ഭക്ഷണ കിറ്റുകളുടെ ഒരു ചലഞ്ച്, അതായത് ഭക്ഷണ കിറ്റ് സമാഹരണ യജ്ഞം എന്ന പേരിൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി എയിംസിന്റെ ഗ്രൂപ്പ് അംഗങ്ങളുടെ ഇടയിൽ നമ്മൾ പ്രചരിപ്പിക്കുകയും ഇന്നലെ 2 ഏരിയയിൽ നിന്ന് മാത്രം 2000-ന് മുകളിൽ കിറ്റുകൾ രൂപീകരിക്കാൻ കഴിഞ്ഞു. ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രവർത്തനത്തിലേക്കാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മാറിക്കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ ഒരുപാട് മാനസിക പ്രശ്നങ്ങളുള്ള ആളുകൾ, ഡിപ്രഷൻ ബാധിച്ച ആളുകൾ, ഇവരൊക്കെ കൈമുറിക്കുകയും കാലുമുറിക്കുകയും ആത്മഹത്യാ പ്രവണത കാണിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ നമ്മൾ സ്വയം ഒരു 15-അംഗ കൌൺസിലിംഗ് ടീമിനെ രൂപീകരിക്കുകയും ഡോക്ടേഴ്സും കൌൺസിലേഴ്സും ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾപ്പെട്ട ഒരു കൌൺസിലിംഗ് ടീം രൂപീകരിക്കുകയും ഇപ്പോൾ 100-ലധികം കേസുകൾ നമ്മൾ കൌൺസിലിംഗ് നടത്തി അവർക്ക് വേണ്ട ക്രമീകരണങ്ങളും ഫോളോ അപ്പും നടത്തി അത്യാവശ്യം മെഡിസിൻ ആവശ്യമുള്ള മെഡിസിനും കൊടുത്ത് അവരെ നമ്മളിപ്പോൾ പോറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഭക്ഷണ കാര്യങ്ങളാണെങ്കിലും അവരുടെ മറ്റ് അത്യാവശ്യ കാര്യങ്ങളാണെങ്കിലും ഒക്കെ നമ്മൾ സഹായിക്കുകയാണ്. ഇതുകൂടാതെ ഏറ്റവും വലിയ പ്രവർത്തനം, ഒരാൾക്കും അറിയാത്തൊരു പ്രവർത്തനം നമ്മൾ ചെയ്യുന്നുണ്ട്. 28ഓളം കൊറോണ ബാധിച്ച ക്വാറന്റൈൻ ചെയ്യപ്പെട്ട നഴ്സസ് ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അവർക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പോലും ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ ആരും സഹായിക്കാറില്ല. പക്ഷെ അത്തരത്തിലുള്ള ആളുകളെ നമ്മളുടെ മെയിൽ നഴ്സസ് ഉൾപ്പെടുന്ന സംഘം അവരുടെ വീടുകളിൽ ഭക്ഷണം എത്തിച്ചു കൊടുക്കുക, എന്തിന് അവർക്ക് ഡെയിലി പോയി ഇഞ്ചക്ഷൻ എടുത്തു കൊടുക്കുക, അവർക്ക് മെഡിസിൻ സപ്ലൈ ചെയ്യുക, ഇത്തരം കാര്യങ്ങൾ പോലും ഏറ്റെടുക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് ഇതൊക്കെ ചെയ്യുന്ന ആളുകളോട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വോളണ്ടിയേഴ്സിനോട് എന്ത് നന്മയാണ് പറയാനുള്ളതെന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും ഈ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം മെഡിക്കൽ അസിസ്റ്റൻസ്, ഇവിടുത്തെ ആംബുലൻസ് വരാതായിട്ട് കഴിഞ്ഞ ഏതാണ്ട് 1 മാസത്തിലേറെയായി. വിളിച്ചാൽ ആംബുലൻസ് എത്താറില്ല. അതുപോലെ തന്നെ നമ്മുടെ കോവിഡ് ടീമുകൾ, കോവിഡ് പ്രതിരോധ ടീമുകൾ എത്താറില്ല. ഇവരൊക്കെ വരാതായപ്പോൾ സഹായിക്കാനായിട്ട് മെയിൽ നഴ്സസിന്റെ നേതൃത്വത്തിൽ കോവിഡ് പോസിറ്റീവായ ആളുകളെ സ്വന്തം വണ്ടിയിൽ ആശുപത്രിയിൽ എത്തിക്കുന്ന രീതിയും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട്. അതുകൂടാതെ ഇപ്പോൾ പുതുതായി ആരംഭിച്ച ഒരു പ്രവർത്തനമാണ് ഫുഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഫുഡ് ബാങ്ക് എന്ന വാക്കിന്റെ അർത്ഥം, ഒരു വീട്ടിൽ ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കാറുണ്ട്. ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു ബിൽഡിംഗിലെ ഒരു വ്യക്തി ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ നിന്ന് ഒരു പൊതി നമുക്ക് വേണ്ടി മാറ്റിവെക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു ബിൽഡിംഗിൽ നിന്ന് മിനിമം 30 പൊതിയെങ്കിലും നമുക്ക് കിട്ടണം. അങ്ങനെ 30 പൊതി മിനിമം കിട്ടുകയാണെങ്കിൽ ആ ബിൽഡിംഗിൽ നിന്ന് സമാഹരിച്ചിട്ട് അടുത്തുള്ള ബാച്ചിലേഴ്സ് വെച്ച് കഴിക്കാൻ, അതായത് പാകം ചെയ്ത് ഫുഡ് കഴിക്കാൻ കഴിയാത്ത ഒരുപാട് ബാച്ചിലേഴ്സ് ഉള്ള സ്ഥലമാണ്.
അവിടെയുള്ളവർക്ക് ഉച്ചയ്ക്ക് 12 മണിക്ക് നമ്മൾ കളക്ട് ചെയ്യുന്ന ഈ ഫുഡ് 2 മണിക്ക് മുൻപ് ബാച്ചിലേഴ്സിന് എത്തിച്ചു കൊടുക്കുന്ന ഫുഡ് ബാങ്ക് എന്ന പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ്. 2 ദിവസമേ അയാൾ പ്രഖ്യാപിച്ചിട്ട്, പക്ഷേ 3 ബിൽഡിങ്ങുകളോളം 30ഓളം ഫുഡ് വെച്ച് 90 ഫുഡ് ഇപ്പോൾ നൽകി കഴിഞ്ഞിരിക്കുകയാണ്. അത് ഒരു 300 ഫുഡ് ഒരു ദിവസം ആക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ നമ്മളെ സംബന്ധിച്ച് ഒരു പ്രശ്നവുമില്ല. അത്രയേറെ നന്മയുള്ള മനുഷ്യരാണ് നമ്മളോട് സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ എമർജൻസി ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ജെന്യൂനായ കേസുകൾ ഫോളോ അപ്പ് ചെയ്ത് അവർക്ക് വേണ്ടിയുള്ള ഡോക്യുമെന്റേഷൻ, ഒപ്പം തന്നെ ടിക്കറ്റ് ഇല്ലാത്ത ഏതാണ്ട് 40ഓളം ആളുകളെ നമ്മൾ കയറ്റിവിട്ടിട്ടുണ്ട്. അതിനകത്ത് ടിക്കറ്റ് ഇല്ലാത്ത 12ഓളം ആളുകൾക്ക് ടിക്കറ്റ് കണ്ടെത്തി അവർക്ക് കൊടുക്കുകയും അവരുടെ ടിക്കറ്റ് ഫെയർ നമ്മൾ വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനത്തോടൊപ്പം പുതുതായി നമ്മൾ ആരംഭിക്കുന്നത് ഓൺലൈൻ കലോത്സവമാണ്. ഈ 1-ാം തീയതി മുതൽ ഓൺലൈൻ കലോത്സവം ആരംഭിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഏതാണ്ട് 12ഓളം ഐറ്റം നാട്ടിലുള്ള ജഡ്ജസ് ഉൾപ്പെടെയുള്ളവർ അതിന് നേതൃത്വം കൊടുക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഓൺലൈൻ കലോത്സവം ആരംഭിക്കുകയാണ്. അത് ഉദ്ഘാടനം ഈ 2 ദിവസത്തിനകം അതിന്റെ ഉദ്ഘാടനം നടക്കും. അതിന്റെ ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സർ, ഈ സേവനം ആവശ്യമുള്ള അർഹരായവരെ എങ്ങനെയാണ് നിങ്ങൾ കണ്ടെത്തുന്നത്? അവരുടെ ജെന്യൂനിറ്റി അന്വേഷിക്കാറുണ്ടോ? എയിംസിന്റെ പ്ലാറ്റ്ഫോം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വികേന്ദ്രീകൃത പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങളും ആളുകളെ കണ്ടെത്തുക, അർഹരായവരെ കണ്ടെത്തുക എന്നതൊക്കെ വളരെ എളുപ്പമാണ്. ഓരോ ബിൽഡിങ്ങിലും ഓരോ ഏരിയയിലുമുള്ള ആളുകളെ, അർഹതയുള്ള ആളുകളെ അതാത് ബിൽഡിംഗ് കോർഡിനേറ്റേഴ്സ് കണ്ടെത്തി ഏരിയ കോർഡിനേറ്റർ വഴി സ്റ്റിയറിംഗ് കമ്മിറ്റിയെ അറിയിക്കുന്ന രീതിയാണ് ഇതിലുള്ളത്. അവരുടെ ജെന്യൂനിറ്റി അറിയാൻ ഏറ്റവും വളരെ എളുപ്പമാണ്. കാരണം നമ്മളോടൊപ്പം ഒരു ബിൽഡിംഗിൽ താമസിക്കുന്നവന്റെ കൂടെ കിടക്കുന്നവന്റെ രാപ്പനി അറിയാം എന്ന് നമ്മളൊരു ചൊല്ലുണ്ട്. എന്ന് പറയുന്നത് പോലെയാണ് സ്വന്തം വീടിന് ചേർന്നുള്ള ഫ്ളാറ്റിൽ ഒരാൾക്ക് വിഷമതകളുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ അവിടെ അടുത്ത് താമസിക്കുന്ന ആ ബിൽഡിംഗിന്റെ കോർഡിനേറ്റർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതിന്റെ ജെന്യൂനിറ്റി ചെക്ക് ചെയ്യേണ്ട ഒരാവശ്യം വരുന്നില്ല. പിന്നെ വരുന്നത് റിപ്പീറ്റ് ചെയ്ത് ഇവർക്ക് മേടിച്ച് ആരെങ്കിലും നൽകുന്നുണ്ടോ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ. അതിന് നമ്മൾ സിവിൽ ഐ ഡി നമ്പർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് ഇതുവരെ കൊടുത്ത എല്ലാവരുടെയും ഫോൺ നമ്പറും സിവിൽ ഐ ഡി നമ്പറും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് പുതുതായി കൊടുക്കുമ്പോൾ സിവിൽ ഐ ഡി നമ്പർ അടിക്കുമ്പോൾ നേരത്തെ കൊടുത്തതാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ സിവിൽ ഐ ഡി നമ്പർ തിരിച്ചറിയും. അപ്പോൾ നമ്മൾ 15 ദിവസത്തിന് ശേഷമാണെങ്കിൽ വീണ്ടും രണ്ടാമതായി അവർക്ക് തന്നെ കൊടുക്കാനുള്ള ഒരു സംവിധാനം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അത് ആവർത്തിക്കുന്നതല്ല. ഇത്തരത്തിൽ ബിൽഡിംഗ് കോർഡിനേറ്റേഴ്സ് കൊടുക്കുന്ന അപേക്ഷകൾ പരിഗണിക്കുകയും അവർ തന്നെ അതിന്റെ ജെന്യൂനിറ്റി ചെക്ക് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് ജെന്യൂനായ കേസുകളാണ് വരുന്നത്. പിന്നെ ഭക്ഷണം കൊടുക്കുന്നതിനകത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം, ലോകത്ത് എന്ത് സംവിധാനം നടത്തിയാലും 10% അതിൽ വിഷയങ്ങളുണ്ടാകും. പക്ഷെ 10% ആരെങ്കിലും നമ്മളെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് പറ്റിക്കുന്നവരുടെ ഭാഗമാണ്, കൊടുക്കുന്ന നമ്മുടെ ഭാഗമല്ല. 90% പേർ അതിന്റെ പേരിൽ ഭക്ഷണമില്ലാതെ മരുന്നില്ലാതെ വിഷമിക്കരുത് എന്നുള്ള ഒരു വലിയ സങ്കല്പമാണ് ഇതിന്റെ മുൻപിലുള്ളത്. അതുകൊണ്ട് ആ ജെന്യൂനിറ്റി 90% നമ്മൾ പരിഗണിക്കുന്നുണ്ട്. 10% നമുക്ക് നമ്മുടെ കൺട്രോളിന് അപ്പുറത്താണ്. സഹായഹസ്തവും ആശ്വാസവുമായി ഈ ജനഹൃദയങ്ങളിലൂടെ കടന്നുപോയ പശ്ചാത്തലത്തിൽ ഹൃദയസ്പർശിയ അനേക അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതില് മനസ്സ് തട്ടിയ ഹൃദയഭേദകമായ ഒരു അനുഭവം ഞങ്ങളോടൊന്ന് പങ്കുവയ്ക്കാം. ഈ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോയപ്പോൾ നിരവധി പാവപ്പെട്ട, സാധാരണ വിഷമിക്കുന്ന, അന്യവൽക്കരിക്കപ്പെട്ട, അവഗണിക്കപ്പെട്ട, ആട്ടിയിറക്കപ്പെട്ട ഒരുപാട് മനുഷ്യരെയാണ് ഞാൻ നേരിട്ട് കണ്ടത്. പക്ഷേ ഇവരോട് ആരുടെ മുഖമാണ് ഏറ്റവും മനസ്സിൽ തങ്ങിയത് എന്ന് ചോദിച്ചാൽ എല്ലാവരുടെയും മുഖം മനസ്സിൽ പതിഞ്ഞതാണ്. പക്ഷെ ഒരു സംഭവം എന്നെ പിടിച്ചുലച്ച ഒരു സംഭവം പറയാം. ഒരു 5 പഞ്ചാബി സുഹൃത്തുക്കൾ അവർ താമസിച്ച വീട്ടിൽ നിന്നും ഇറക്കിവിട്ട് കയറി കിടക്കാൻ ഒരിടമില്ലാതെ ഒരു നിർത്തിയിട്ടിരുന്ന ഒരു ബസ്സിനുള്ളിൽ കുറച്ചു ദിവസം കിടന്നു. ആ ബസ്സിന്റെ ഉടമ വന്ന് അവിടെ നിന്നും അവരെ ഇറക്കി വിട്ടു. അങ്ങനെ കയറി കിടക്കാൻ ഒരിടമില്ലാതെ ഒരു ട്രാൻസ്ഫോമറിന്, ഇലക്ട്രിക്കൽ ട്രാൻസ്ഫോമറിന്റെ പുറകുവശത്തുള്ള അതിന്റെ എർത്ത് വയർ കുഴിച്ചിട്ടിരിക്കുന്ന ഒരു വലിയ കുഴിയിൽ ഏതാണ്ട് എർത്ത് വയറുകൾ ഒന്നിച്ചു കൂടി ആ കുഴിയിലേക്ക് ഇറക്കിയിട്ടിരിക്കുന്ന വളരെ അപകടകരമായ ഒരു സ്ഥലത്ത് 5 പഞ്ചാബി സുഹൃത്തുക്കൾ ഒരു ഷീറ്റ് വിരിച്ചിട്ട് അന്തിയുറങ്ങുന്ന ഒരു ചിത്രം. അവരവിടെ ദിവസങ്ങളായി കിടക്കുകയാണ്.
ദിനചര്യ നടത്താൻ മാർഗമില്ലാതെ, ഭക്ഷണമില്ലാതെ കിടന്ന ആ 5 സുഹൃത്തുക്കളെ നമ്മൾ കണ്ടെത്തി. അവർ നമ്മളോട് കാര്യം പറഞ്ഞപ്പോൾ അവരുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് കണ്ണു നിറയുന്ന ആ കാഴ്ചയുള്ള ആ സ്ഥിതിയിലുള്ള അംഗങ്ങളെ അവരുടെ അവസ്ഥ മനസ്സിലാക്കി ഒരു ചെറിയ കിടപ്പാടമുണ്ടാക്കി കൊടുത്ത് അവിടെ കയറ്റി താമസിപ്പിക്കുകയും അതിനുശേഷം അവർക്ക് ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ മാർഗമില്ലാത്തതുകൊണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഫുഡ് ബാങ്ക് വഴി വീടുകളിൽ ഉണ്ടാക്കുന്ന ഫുഡ് ഉച്ചയ്ക്ക് അവർക്ക് കൊണ്ടുകൊടുത്ത് അവരെ പോറ്റുന്ന ഒരു സ്ഥിതിയുണ്ടായി. ഇതിനിടയിൽ ആ അംഗങ്ങളെ കർഫ്യൂ സമയത്ത് ഇറങ്ങി നടന്നതിന് പുറത്തുവച്ച് കണ്ടതിന് വീണ്ടും പോലീസ് അവരെ പിടിക്കുകയും ഇപ്പോൾ അതിൽ 3 പേര് പുറത്തിറങ്ങിയിട്ടുണ്ട്. അവരിപ്പോഴും നമ്മുടെ സംരക്ഷണയിൽ കഴിയുന്നു. ഇത് എന്നെ കണ്ണു നനയിച്ച ഒരു വലിയ ചിത്രമാണ്. കാരണം പൊട്ടിത്തെറിക്കുന്ന അപകടകരമായ ഒരു സ്ഥിതിയിൽ പോലും മനുഷ്യൻ അന്തിയുറങ്ങാൻ തലചായ്ക്കാൻ ഇടം കണ്ടെത്തുന്ന ഒരു സ്ഥിതി നാം മനസ്സിലാക്കേണ്ടത്. ഈ കൊറോണയുടെ പ്രതിസന്ധി മനുഷ്യർ ജീവൻ നിലനിർത്താനായി ആയിരങ്ങളാണ് പാടുപെടുന്നത്. അവരോടുള്ള ഐക്യദാർഢ്യമായിരിക്കണം എന്റെയും നിങ്ങളുടെയും സാമൂഹ്യ പ്രവർത്തനം. മദർ തെരേസ പറഞ്ഞ ഒരു വാചകമുണ്ട്, നമ്മൾ ഒന്നാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടാകേണ്ടത്, 1000 അല്ല ഉണ്ടാകേണ്ടത്. 1000 പേരെ പരിഗണിക്കുന്നതിന് മുൻപിലുള്ള ഒരാളെ പരിഗണിക്കാൻ കഴിയുന്ന സാമൂഹ്യ പ്രവർത്തനമായിരിക്കണം നമുക്കുള്ളത്. ഒന്നും കരുതി വെച്ചിട്ടല്ല സാമൂഹ്യ പ്രവർത്തനത്തിൽ ഇറങ്ങേണ്ടത്. ഓട്ടക്കയ്യുമായി സാമൂഹ്യ പ്രവർത്തനത്തിൽ ഇറങ്ങാൻ കഴിയുന്ന മനുഷ്യരാകണം നമ്മൾ. ഒന്നുമില്ലാതെ വെറും കൈയോടെ സാമൂഹ്യ പ്രവർത്തനത്തിന് മനുഷ്യനെ സ്നേഹിക്കാൻ ഇറങ്ങിയ നിങ്ങൾക്ക് ചുറ്റുപാടുകളിൽ നിന്ന് ആവശ്യത്തിലുപരി സഹായഹസ്തവുമായി ആളുകൾ വരുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ 1.5 മാസക്കാലം കൊണ്ട് എയിംസിനെ ആളുകൾ നെഞ്ചിലേറ്റിയത്. ആ ഒരു വലിയ അനുഭവമാണ് ഈ കാലഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇതുതന്നെയായിരിക്കട്ടെ ഇത് കേൾക്കുന്ന ഓരോരുത്തരുടെയും മനോഭാവം. നമുക്ക് മറ്റുള്ളവരോടൊപ്പം ചേർന്ന് നിന്ന് ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാം. ഈ പ്രശ്നത്തെ ഒരു പുതിയ പ്രമേയമാക്കി, ഒരു പുതിയ വിഷയമാക്കി നമുക്ക് അതിജീവനത്തിന്റെ പുതിയ പാതയിലേക്ക് നടന്നെടുക്കാം. വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുകയാണ് എയിംസ് എന്ന കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളെയും കാഴ്ചപ്പാടുകളെയും കുറിച്ച് സാറിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഈ ചുരുങ്ങിയ കാലയളവിൽ ഇത്രയും ശക്തമായ പ്രബലമായ ഒരു കൂട്ടായ്മ രൂപീകരിക്കാനും അങ്ങയുടെ കൂടെ തോളോട് തോൾ നിന്ന് ജാതി മത വർഗ ഭേദമന്യേ സഹകരിച്ച എല്ലാ നന്മ നിറഞ്ഞ ഹൃദയങ്ങൾക്കും ആശംസകളും അഭിനന്ദനങ്ങളും നേരുന്നതിനോടൊപ്പം വരും കാലയളവിൽ നല്ല നല്ല മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ എയിംസ് എന്ന കൂട്ടായ്മയ്ക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ ആശംസകളും നേരുന്നു. യെല്ലോ ടാക്സി എന്ന ചാനലിനും അതിന്റെ ഗോൾഡൻ ഹാൻഡ്സ് എന്ന ഈ സെഗ്മെന്റിലേക്കും എന്നെ ക്ഷണിച്ചതിനും എയിംസിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കേൾക്കാൻ മനസ്സ് കാണിച്ചതിനും ചാനലിന്റെ പ്രവർത്തകർക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്റെ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയാണ്. സ്നേഹപൂർവ്വം, ബാബുജി ബത്തേരി. അണയാത്ത തിരുനാളുമായി പ്രകാശം വരുത്തുന്ന ഒരു കൂട്ടായ്മയാകട്ടെ എയിംസ് എന്ന ഉത്തമ കൂട്ടായ്മ. ഇത്രയും നേരം വിലയേറെ തിരക്കിട്ട നിമിഷങ്ങൾ നമ്മോടൊപ്പം പങ്കുവച്ച ശ്രീ ബാബുജി ബത്തേരിയോടുള്ള അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുന്നു. യെല്ലോ ടാക്സിയുടെ ഗോൾഡൻ ഹാൻഡ്സ് എന്ന ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കും. എല്ലാവരും യെല്ലോ ടാക്സിയുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഓർക്കുക. അടുത്ത സെഗ്മെന്റുമായി നിങ്ങളിലേക്ക് എത്തും വരേക്കും